കേരള സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി പ്രവാസികൾക്കായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു വായ്പാ പദ്ധതിയാണ് സമഗ്ര വായ്പാ പുനരധിവാസ പദ്ധതി. മുൻപ് പ്രവാസികൾക്കായിട്ട് ഈ പദ്ധതി നിലവിലുണ്ടായിരുന്നെങ്കിലും അതിന് ചില രൂപമാറ്റങ്ങളും പുതിയ മേഖലകളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു പ്ലാറ്റ്ഫോമിൽ കേരള ഗവൺമെന്റ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ പദ്ധതി പ്രകാരം വിദേശവാസം കഴിഞ്ഞ് വിദേശത്തെ ജോലി കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന പ്രവാസികളുടെ വേവലാതിയും അവരുടെ ആധിയും പരിഹരിക്കുന്നതിനുള്ള വായ്പാ പദ്ധതിയാണ്. അവർക്ക് നാട്ടിലൊരു പുനരധിവാസം ഒരുക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത്. വായ്പാ ബന്ധിതമാണ് ഈ പദ്ധതി. നോർക്ക റൂട്ട്സിൽ അപേക്ഷകൾ സമർപ്പിക്കാൻ പരമാവധി 3 ലക്ഷം രൂപ വരെയാണ് വായ്പ ലഭിക്കുക. 15% ഈ പദ്ധതിക്കായിട്ട് ഗവൺമെന്റ് സബ്സിഡി നൽകുന്നുണ്ട്. കൃത്യമായി വായ്പകൾ തിരിച്ചടയ്ക്കുന്നവർക്ക് 3% പലിശ നിരക്കിൽ ഇളവും ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പ്രവാസികൾക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു പദ്ധതി നോർക്ക റൂട്ട്സ് അവതരിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് കൃഷി, കച്ചവടം, വ്യവസായ മേഖലകളിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നാട്ടിലെ അവരുടെ ജീവിതം ഭദ്രമാക്കുന്നതിനും നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴും അവരെ കരുതുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട് എന്നുള്ള ഒരു ബോധം പ്രവാസികളിൽ വളർത്തുന്നതിനും ഈ വായ്പാ പദ്ധതി വളരെ ഗുണകരമാണ്. കേരളത്തിലെ നവസംരംഭകർക്കും വീട്ടമ്മമാർക്കും യുവാക്കൾക്കും ആശ്രയിക്കാവുന്ന മറ്റൊരു വായ്പാ പദ്ധതിയാണ് PMEGP. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ജില്ലാ വ്യവസായ കേന്ദ്രവും ഗ്രാമങ്ങളിൽ ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡും ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനുമാണ് ഈ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഉൽപാദന മേഖലയിൽ 25 ലക്ഷം രൂപ വരെയും സേവന മേഖലയിൽ 10 ലക്ഷം രൂപ വരെയുമുള്ള സംരംഭങ്ങൾക്കാണ് വായ്പ ലഭിക്കുന്നത്. ഈ വായ്പകൾ പ്രയോജനപ്പെടുത്തി സംരംഭകർക്ക് നെഗറ്റീവ് വ്യവസായങ്ങൾ ഒഴികെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന നെഗറ്റീവ് വ്യവസായങ്ങൾ ഒഴികെയുള്ള മേഖലകളിലുള്ള വ്യവസായങ്ങളെ തിരഞ്ഞെടുക്കുകയും കാർഷിക ഭക്ഷ്യ സംസ്കരണ മേഖലയിലും ചെറുകിട വ്യവസായ മേഖലയിലും സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയുന്നതുമാണ്. എല്ലാ സമയത്തും ഈ വായ്പാ പദ്ധതികൾക്ക് അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നടത്തുന്ന അഭിമുഖത്തിലൂടെയാണ് ഇതിന്റെ ഗുണഭോക്താക്കളെ പ്രധാനമായിട്ടും തിരഞ്ഞെടുക്കുന്നത്. 15% മുതൽ 35% വരെ സബ്സിഡി ഈ പദ്ധതിക്ക് നിലവിലുണ്ട്. 10 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് ബാങ്കുകൾ ഈട് ആവശ്യപ്പെടരുതെന്നാണ് ഈ പദ്ധതിയുടെ ഒരു പ്രധാന പ്രത്യേകത. CGTMSE പോലുള്ള മറ്റ് സ്കീമുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പാ പദ്ധതികളെ ഈട് രഹിത വായ്പകളാക്കി മാറ്റാൻ കഴിയും. പലിശ നിരക്ക് തീരുമാനിക്കുന്നത് അതാത് ബാങ്കിന്റെ നിലവിലുള്ള പലിശ നിരക്കുകൾക്ക് അനുസൃതമായിട്ടായിരിക്കും. ബാക്കെൻഡായിട്ട് സബ്സിഡി ബാങ്കുകളിൽ അതാത് ഏജൻസികൾ ക്രെഡിറ്റ് ചെയ്യുകയും ലോൺ തിരിച്ചടച്ച് തീരുന്ന മുറയ്ക്ക് ഈ തുക ലോൺ അക്കൌണ്ടിലേക്ക് വരവ് വയ്ക്കുന്നതുമായിരിക്കും. ഇംപ്ലിമെന്റിംഗ് ഏജൻസി അനുവദിക്കുന്ന സബ്സിഡി ബാങ്കിൽ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് ലോക്കിൻ പീരീഡ് വെച്ച് സൂക്ഷിക്കുകയും വായ്പ തിരിച്ചടവിന്റെ മുറയ്ക്ക് ഇത് വായ്പക്കാരന്റെ അക്കൌണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നതുമാണ്. ഇതാണ് വായ്പാ പദ്ധതിയുടെ ഒരു പ്രധാന രൂപം. നമ്മുടെ സംസ്ഥാനത്ത് വളരെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു പദ്ധതിയാണിത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെങ്കിലും മുൻപുണ്ടായിരുന്ന പ്രധാനമന്ത്രി PMRY പ്രധാനമന്ത്രി റോസ്ഗാർ യോജനയും റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാമും ക്ലബ് ചെയ്തിട്ട് വിശാലമായ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് PMEGP കൊണ്ടുവരികയും ഗവൺമെന്റ് താഴെത്തട്ടിലുള്ള സംരംഭകർക്ക് വളരെ ഗുണകരമാവുന്ന രീതിയിലേക്ക് ഈ പദ്ധതിയെ മാറ്റിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിരവധി ആളുകൾ ഈ പദ്ധതി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പ്രയോജനപ്പെടുത്താവുന്നതും പ്രത്യേകിച്ചും നവസംരംഭകർക്ക് വളരെ ഗുണകരവുമായ ഒരു പദ്ധതിയാണ് PMEGP.